ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും വെയിലത്ത് ഇറങ്ങുന്നവരാണ്, അല്ലെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ ഇരുന്നായാലും നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഫേസ് ഒന്ന് കരുവാളിക്കുക അല്ലെങ്കിൽ ടാൻ അടിക്കുക. പെട്ടെന്ന് നമുക്കൊരു ചെറിയൊരു റെമഡി, ഞാൻ ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് കിട്ടുമെന്നല്ല, ബട്ട് എങ്കിലും നമുക്ക് ഓൺ ദ സ്പോട്ടിൽ റിസൾട്ട് കിട്ടാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹെയറിനെ ഒന്ന് കെട്ടിവെക്കുക. നമ്മൾ ഈ യൂസ് ചെയ്യുന്നതൊക്കെ തലമുടിയിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഒന്ന് കെട്ടിവെക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മൂന്ന് പ്രോഡക്റ്റ് ആവശ്യമാണ്. ഒന്നെങ്കിൽ കൈ അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്യാം, ഇതുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ട് ഞാൻ 104 റുപ്പീസിനാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വേണം എന്നുള്ളവർ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. 104 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാൻഡ് യൂസ് ചെയ്ത് ഞാൻ ഹെയറിനെ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ പോവുകയാണേ. ഓക്കെ, ഇപ്പം എൻ്റെ ഫേസിൽ ഒന്നും വന്ന് വീഴുമൊന്നുമില്ല. ഇപ്പം ഞാൻ നന്നായിട്ട് സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്നതിന് തൊട്ട് മുന്നേ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫേസ് വാഷ് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് വെച്ചിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഞാനൊന്ന് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനൊന്ന് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തുടയ്ക്കണമെങ്കിൽ നിങ്ങൾക്കൊന്ന് തുടയ്ക്കാം. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഞാൻ ഫേസ് പാക്കിൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞുതരാം. ഒരു ബൗൾ എടുക്കുക. അതിനകത്തേക്ക് ഞാൻ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമുക്ക് കടലമാവില്ലേ, കടലമാവ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ. നമ്മൾ ഫേസിന് മാത്രം ആയതുകൊണ്ട് 1 1/2 സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യുക, അത് മറന്നു പോകരുത്. ഓക്കെ, ഞാൻ ഇത്ര കടലമാവ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ, ബിക്കോസ് ഫേസിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്ര കടലമാവ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ബീട്രൂട്ട് പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതും കുറച്ച് മാത്രമേ ഉള്ളൂ. ഇത്രയും ബീട്രൂട്ട് പൗഡറും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊന്നെങ്കിൽ തൈര് ആഡ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം എൻ്റെ കയ്യിൽ തൈരില്ല, പാലാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുകയാണേ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഒരുപാട് ലൂസ് കൺസിസ്റ്റൻസി ഒന്നും ആക്കരുത്, അല്ലാത്ത രീതിയിൽ വേണം എടുക്കാൻ. അപ്പോൾ ഇതിനെ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. ഞാൻ നേരത്തെ കഴുകിയ ഫേസ് ഇപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത സമയത്ത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ തുടച്ചിട്ടില്ലായിരുന്നു. കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കടലമാവിൽ ചിലപ്പോൾ കട്ട ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലോ കഴുത്തിലോ എവിടെയെങ്കിലും ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു സാധനം ഫേസിനകത്ത് ഇടാൻ വേണ്ടിയിട്ട്. കാര്യം അലർജിക്കാണോ അല്ലയോ ഒന്നും നമുക്ക് അറിയാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്യുക, എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളിടുക. അപ്പം നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കണ്ണിൻ്റെ ഇത്ര ഏരിയ മാത്രം പോയാൽ മതി, ഒരുപാട് കണ്ണിലിടണ്ട. കണ്ണൊക്കെ നമ്മൾ സെൻസിറ്റീവ് ഏരിയ ആണ്. അപ്പോൾ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തിക്കായിട്ട് ഇട്ട് കൊടുക്കാമേ. തിക്ക് കൺസിസ്റ്റൻസി ആയിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, നെക്കിലും അപ്ലൈ ചെയ്യാം.
കയ്യിലും കാലിലും എല്ലാ സ്ഥലത്തും അപ്ലൈ ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. ഇതൊന്നും ഒരു 10 മിനിറ്റ് വെച്ച് ഡ്രൈ ആയതിന് ശേഷം നമുക്ക് ഒരു കോട്ടും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് നമ്മളിത് വയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒന്ന് അബ്സോർബ് ആവണം. അപ്പം എന്നാൽ മാത്രമേ നമുക്ക് നെക്സ്റ്റ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊന്ന് 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ഉണങ്ങണം. നന്നായിട്ട് മീൻസ് ഒരുപാട് ടൈറ്റായിട്ട് ഉണങ്ങാൻ വേണ്ടി പാടില്ല. കടലമാവാണ്. ആ കടലമാവ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ടൈറ്റ് ആവും ഫേസിൽ. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല. അല്ലാതെ ജസ്റ്റ് ഒന്ന് ഉണങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റിന് ശേഷം കാണാം. ബൈ. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫേസ് നന്നായിട്ട് വലിയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മളെന്താ നെക്സ്റ്റ് കോട്ട് ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഓക്കെ, ഇനി ഇതും കൂടി ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. 10 മിനിറ്റ്സ് മാത്രമേ വെക്കാവുള്ളൂ. കുറേ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആവും. അതുപോലെ തന്നെ ഇത് ഇട്ട് നമുക്ക് ഡ്രൈ ആവുന്ന സ്റ്റേജിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് വലിയും. പിന്നെ അത് പിന്നെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ സംസാരിക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഒരു 10 മിനിറ്റ്, കാര്യം എല്ലാം കൂടെ ചേർത്ത് നമ്മൾ 20 മിനിറ്റാണ്. ഒരു 10 മിനിറ്റ് മാത്രം വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം. അതിന് ശേഷം ഞാൻ റിസൾട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഫുള്ള് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്, കണ്ടോ. ഓക്കെ, ഇനി നമുക്ക് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് കാണാം. ബൈ ബൈ. ഹേയ്, ഞാൻ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വൈപ്പ് ഓഫ് ചെയ്ത് കളയാനുള്ള ഒരു ടൈമാണ്. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് കിട്ടണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ചെറുതായിട്ടത് ഇങ്ങനെ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ വരണം. എന്നാൽ പെട്ടെന്ന് വരാനും പാടില്ല. ഒരു സ്റ്റിക്കി ഇതേപോലെ ഇങ്ങനെ ഇങ്ങനെ കിട്ടണം. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം നമ്മൾ എടുക്കാനായിട്ട്. ഭയങ്കരമായിട്ട് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും. പ്രത്യേകിച്ച് നമ്മൾ കടലമാവാണ് ഇട്ടേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. നേരത്തെ കാട്ടിൽ എൻ്റെ സ്കിന്ന് കുറച്ചും കൂടി നന്നായതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് പറയാം കേട്ടോ. മൊത്തത്തിൽ ഒന്ന് നമുക്ക് തുടയ്ക്കാം. കണ്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ. നന്നായിട്ട് എൻ്റെ സ്കിന്ന് ഞാൻ കുറേ നാളിന് ശേഷമാണ് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത്. നല്ല രീതിയിൽ ഒരു ബ്രൈറ്റ് ആയിട്ടൊന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമുക്ക് മൊത്തം ഒന്ന് തുടച്ചെടുക്കാം. നമ്മൾ വെള്ളം വെച്ചിട്ട് കുറച്ചൊന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ. എന്നിട്ട് ഇതേപോലെ എല്ലാ സൈഡും ആക്കുന്ന സമയത്ത് മറ്റേ ഒരു സൈഡ് നമുക്ക് ഇളകി വരും. ഓക്കെ,
മൊത്തം ഞാൻ കളഞ്ഞിട്ടുണ്ട്. എൻ്റെ സ്കിന്ന് നോക്ക്, കണ്ടോ, അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് ശരിക്കും റിസൾട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക. ഇതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ സ്കിന്ന് ഡ്രൈ ആയി പോവും. നമ്മൾ മോയ്സ്ചറൈസറും കൂടി ആകുമ്പോഴത്തേക്കും സ്കിന്നൊന്ന് അടിപൊളിയായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. ഇത് നിങ്ങൾ ഒരാഴ്ചയിൽ 3 ദിവസമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. ഡെയിലി ഫേസ് പാക്ക് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇടയ്ക്ക് 3 ദിവസം കൂടുമ്പോഴൊക്കെ അല്ലെങ്കിൽ ഓരോ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് നിങ്ങൾ ഫേസിലൊന്ന് അപ്ലൈ ചെയ്യുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എന്തായാലും ഉണ്ടാവും. എസ്പെഷ്യലി നമ്മുടെ യൂസ് ചെയ്തിരിക്കുന്ന കടലമാവാണ്. കടലമാവിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് നമ്മുടെ ഫേസിൽ നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ബീട്രൂട്ടാണ്, നാച്ചുറലാണ് എല്ലാ കാര്യങ്ങളും. അതുപോലെ പാലായാലും തൈരായാലും ഒക്കെ നാച്ചുറലാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ല പോലെ ഒരു ഗ്ലോ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു റെമഡി കേട്ടോ. കുറേ നാളെ ഫേസിൽ എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ട്, പക്ഷെ ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഫേസ് നല്ലപോലെ ഗ്ലോ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ചില സമയത്ത് നല്ല ഡള്ളായിട്ടൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് എൻ്റെ സ്കിന്ന് നല്ല ഫെയർ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്യും. ഫെയർ മാത്രമല്ല, ആ ഒരു ടാൻ നമ്മൾ നേരത്തെ ഏത് കളറിലാണ് ഇരുന്നത് സെയിം കളർ തന്നെ തിരിച്ച് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പാച്ച് ടെസ്റ്റ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എത്ര നേരം വെക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ജസ്റ്റ് 10 മിനിറ്റ്, പിന്നെ റീഅപ്ലൈ ചെയ്യുക, പിന്നെ അതിനുശേഷം 10 മിനിറ്റ് വയ്ക്കുക. ഇങ്ങനെ വേണം ചെയ്യേണ്ടത്. ഒരുപാട് നേരം ഫേസിൽ വെച്ചുകൊണ്ടൊന്നും ഇരിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് നാളെ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരേക്കും ബൈ.